ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്ന ആ ഒരു ടോണിലോ ഫ്രീക്വൻസിയിലോ ഇതുവരെ യു ഡി എഫിലെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു വെച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അതെൻ്റെ ചാനൽ കാണുന്നവർക്ക് വളരെ എവിഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഈ വയനാട് ഫണ്ട് വിഷയം, വയനാട്ടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ആപ്പ് ഉണ്ടാക്കി അല്ലാതെയൊക്കെ നാട്ടുകാരിൽ നിന്ന് പിരിച്ച യു ഡി എഫിൻ്റെ ഫണ്ട് വിഷയത്തിൽ 1-2 വീഡിയോസ് ഇപ്പോൾ ചെയ്ത സമയത്ത് എന്നോട് പേഴ്സണലി എൻ്റെ ഇൻബോക്സിലായിട്ടും എന്നെ പേഴ്സണലി അറിയുന്ന കുറച്ച് പ്രോ കോൺഗ്രസ്റ്റ് ആയുള്ള ആളുകളും ഒക്കെ സംസാരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെയൊക്കെയാണ്. അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ ഉത്തരവേ കൊടുക്കാനുള്ളൂ. അവരൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ എന്നോട് ചോദിക്കാൻ വരുന്നത്. അപ്പോൾ വീഡിയോയിലൂടെ തന്നെ അവരോട് ഉത്തരം കൊടുക്കാം. നാട്ടുകാരുടെ 1 രൂപയെങ്കിലും നിങ്ങൾ പിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ബ്ലഡി റെസ്പോൺസിബിൾ ടു ടെൽ ദം എത്ര പിരിച്ചു, അത് എന്തിനൊക്കെ ചിലവാക്കി, അത് ഏതെങ്കിലും ഒരു നോട്ടീസിൻ്റെ ബാക്കിൽ 4 കണക്ക് ചന്തയിൽ മറ്റേ ഉള്ളി 1 അല്ലെങ്കിൽ മുളക് 1 കിലോ അല്ലെങ്കിൽ ക്യാരറ്റ് 1/2 കിലോ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന് പറയേണ്ട കണക്കല്ല. മനസ്സിലായോ? ഒരു പാർട്ടി പിരിച്ച ഫണ്ടിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ റോട്ടിന് മുകളിൽ പാട്ടപ്പിരിവ് എടുത്ത പൈസേൻ്റെ കണക്കല്ല ചോദിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കൂടി കൊടുന്ന് തട്ടിയിട്ട് 1 കോയിൻ ഇത്ര, 10 നോട്ട് ഇത്ര എന്ന് പറയാൻ. അപ്പോൾ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. വയനാട്ടിൽ ടൗൺഷിപ്പിന് വേണ്ടി പിരിച്ച എക്സാക്റ്റ് ഫണ്ട്, അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും വന്നിരുന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക, അതും ഈ ഇലക്ഷൻ സമയത്ത് എന്നുള്ളത് ഇറ്റ്സ് യുവർ ബ്ലഡി റെസ്പോൺസിബിലിറ്റി. മനസ്സിലായോ? അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ തലയിൽ തന്നെയാണ്. അത് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഞാൻ സീരിയസ്ലി ഐ എം ആസ്കിങ് യു, വാട്ട് ആർ യു അപ് ടു? നിങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഈസ് ഗോയിങ് ഫോർ എ ടോസ്, സീരിയസ്ലി. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ഫിഗർ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ന്യൂസ് കണ്ടു തുടങ്ങിയത്. പക്ഷേ ഇതിനകത്ത് KPCC പ്രസിഡൻറ്റ് വന്നിരുന്ന് ഈ കണക്കുകൾ പറഞ്ഞ സമയത്ത് ഒരുപാട് മിസ്മാച്ചുകളും പിന്നെ അതിലും കൂടുതൽ ചോദ്യങ്ങളുമാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. KPCC പ്രസിഡൻറ്റ് എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരു പോസ്റ്ററിൻ്റെ ബാക്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് പറയേണ്ട കാര്യമാണോ ഈ ഫണ്ട് എത്ര വന്നു, ഏത് രീതിയിൽ വന്നു, എങ്ങനെ ചിലവാക്കി എന്നുള്ളത്? നോ, ഇതൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു പ്രസൻറ്റേഷനായിട്ടൊരു മീഡിയയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണ്ടേ? അതൊന്നുമില്ല. അപ്പോൾ ഇതൊരു തട്ടുകൂട്ട് പരിപാടിയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് നിങ്ങൾ ജനങ്ങളും കൂടിയാണ് കാണിച്ചു കൊടുത്തു, സ്വയം കോമാളികളായി അല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ പോയേക്കാം. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി, ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിരുന്നു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തത്. ഇപ്പൊ ഞാനും പ്രതിപക്ഷ നേതാവും ആണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആ അക്കൗണ്ടിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. അല്ല മാഷേ, നിങ്ങൾക്ക് തന്നെ ഒരു ഉളുപ്പും തോന്നുന്നില്ല? നിങ്ങൾ പിരിച്ച പൈസ വെറും 5 കോടി ചില്ലറയെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ പിരിച്ചിട്ടുണ്ട്, അതും ഈ ഒരു മിനിമം ബെൽറ്റിനകത്തുനിന്ന്. അത് തന്നെ ഒരു 10-40 കോടീന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പാട്ട വെറുക്കി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും അങ്ങനെ ഇങ്ങനെയായിട്ട് DYFI പിരിച്ചു കൊടുത്തിട്ടുണ്ട് 20 കോടി രൂപ. ഇത്രയും വലിയ പാർട്ടി, ഇത്രയും വലിയ നേതാക്കന്മാർ, ഇത്രയും വലിയ അണികളുള്ള പാർട്ടിക്ക് 5 കോടി രൂപയാണ് പിരിവിലൂടെ കിട്ടിയത്. 5 കോടി ചില്ലറ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു ദുരന്ത സമയത്ത് നിങ്ങൾ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാനാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ പിരിച്ചാൽ കിട്ടുന്ന ഇത്ര തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഒരു വോട്ട് ചെയ്യൂ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ആ പൈസ തരാൻ നാട്ടുകാർക്ക് വിശ്വാസമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട്? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എടാ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ചാരിറ്റി നന്മമരം ആ സ്വർണ്ണം അച്ചായനെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ആ ഫിറോസ് കുന്നപ്പറമ്പിലിനെ കൊണ്ടുപോയിട്ടോ നിങ്ങളൊരു വീഡിയോ ഇടിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പൈസ കിട്ടൂലോടൂ. എന്ത് കണക്കങ്ങൾ പറയും? നിങ്ങളൊരു ആപ്പ് വഴി പിരിച്ചിട്ട് ഇപ്പോൾ ആ ആപ്പിൻ്റെ അവസ്ഥ എന്താ? ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കുക. ആപ്പിലൊരു പുല്ലുമില്ല.
ആപ്പ് തുറന്നതാ ഈ സ്ക്രീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു ഫേക്ക് ഫിഗർ ആപ്പിൻ്റെ ഒക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു, സൈബർ കമ്മികൾ. അത് വേറൊരു യൂണിവേഴ്സ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, കൃത്യമായ കണക്കുകൾ. ഇപ്പം ഇനി 5 കോടി ചില്ലറയാന്ന് നിങ്ങൾ പറഞ്ഞു. ഈ 5 കോടി ചില്ലറയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമല്ലോ. ഇത് പണ്ട് പോത്തും കച്ചവടം പോലെ തോർത്തുണ്ട് കയ്യിലിട്ടിട്ട് ഇതാ പറഞ്ഞിട്ട് വയനാട്ടിലേക്ക് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കയ്യിൽ പൈസ കൊടുത്ത് നിങ്ങളെ പോക്കറ്റിൽ തിരികെ പോയതോ കയ്യിൽ വെച്ച് പോയതോ അല്ലല്ലോ. ഇത് ആപ്പ് വഴി ഒന്നാണെങ്കിൽ ആപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഇനി ഇല്ല ഇത് വല്ല റെസീപ്റ്റ് കൊടുത്ത് പിരിച്ചാണെന്നുണ്ടെങ്കിൽ ആ റെസീപ്റ്റിൻ്റെ ബാക്കി കാണും. ഇനിയില്ല വേറെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണും. അതിന് വേറെ ഒരു നോട്ടീസിൻ്റെ ബാക്കിൽ വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തിരുന്ന് വായിക്കുക, 5 കോടി ചില്ലറ ഇത്രയേ പിരിച്ച് കിട്ടിയുള്ളൂ, ഇത്രയും വലിയ പാർട്ടി നാട്ടുകാരോട് ഒരു ദുരന്തം നടന്ന സമയത്ത് സഹായിക്കണം, നമുക്ക് എല്ലാവർക്കും കൂടി വീട് വെച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ അണികൾ പോലും പൈസ അയച്ചിട്ടില്ലേടേ, അണികൾ പോലും പൈസ അയച്ചിട്ടില്ലേ? നാണക്കേടാവുന്നില്ല നിങ്ങൾക്ക്? ആ അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. അതിലെ 2 ഘട്ടങ്ങളിലായിട്ട് KPCC പ്രസിഡന്റിന്റെ പേരിൽ, അത് പേഴ്സണലായിട്ടല്ല, ആരോ ഒരു തമാശ പറഞ്ഞു, അത് സണ്ണി ജോസഫും സതീശനും നാമനിർദ്ദേശ പത്രികയിൽ ഈ സ്ഥലം കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,36,388 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി. 3,68,00,000. അതിന് മുദ്രപത്രം, രജിസ്ട്രേഷൻ ഫീസ്, TDS കോണ്ടൂർ സർവേ, ഡോക്യുമെന്റ് ഉൾപ്പെടെ ചെലവായിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിക്കുകയും അവരത് KPCCക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ ആപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കെ സുധാകരൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. 9,30,000. 1,05,00,000 രൂപ പരസ്യമായിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. 30,000 രൂപ. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. 2 ഏക്കർ 18 സെന്റ് എടുക്കുന്നതിന് 2,50,30,272 രൂപ കൊടുത്തു. ആ, അല്ല, യൂത്ത് കോൺഗ്രസ് പുറമെയാണ്. അക്കൗണ്ട് വഴി കിട്ടിയതാണ് 5,38. അതിന്റെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് 1,05,00,000. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്ന 2 ഏക്കർ 18 സെന്റിന് 2,50,30,272 രൂപ കൊടുത്തു. ഡോക്യുമെന്റ് ചെയ്യാൻ പൂർത്തീകരിച്ചു വരികയാണ്. നിലവില് ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ KPCCയുടെ ഫണ്ടിൽ നിന്ന് പിരിച്ചു കിട്ടിയതിനേക്കാൾ ഉപരിയായിട്ട് 97,51,212 രൂപ അധികമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വേണ്ട, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് പാർട്ടിയുടെ, ഇത്രയും പെഡിഗ്രി ഉള്ള പാർട്ടിയുടെ ഒരു റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു പബ്ലിക് ഫണ്ടിങ് നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരുന്ന് ഈ അത്തും ഒത്തും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടേ, വല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയതിനകത്തുനിന്ന്? ഇവരിതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാലോ, ഇവർ പറയേണ്ടത് എന്താ? എത്ര രൂപയുടെ പ്രൊജക്റ്റാണ് ഇവരുടെ മനസ്സിലുള്ളത്? ഒരു വീടിന് എത്ര രൂപയാണ് ഇവർ എസ്റ്റിമേറ്റ് ഇടുന്നത്? ഇത് ടൗൺഷിപ്പാണോ അതോ ജസ്റ്റ് ഒരു വില്ല പ്രൊജക്റ്റ് മാതിരി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ? ഒരു 5 ഏക്കർ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എത്ര വീട് വെക്കാൻ പറ്റും എന്നുള്ളതും, അല്ലെങ്കിൽ ടൗൺഷിപ്പ് ആക്കണമെങ്കിൽ അത് വീട് മാത്രം പോരാ, ബാക്കി അമ്യൂണിറ്റീസ് അതിനകത്ത് അവർക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ ഡീറ്റെയിലിംഗ് ഇവിടെ ഇല്ലേ? അതൊക്കെ ചെയ്തുകൂടെ? ഇനി ഇവരെ കൊണ്ടൊന്നും ഇത് പറ്റുന്നില്ല,
അത്യാവശ്യം കാശ് കൊടുത്ത ഒരു ക്രിയേറ്ററിനെ കണ്ടുപിടിക്കുക, അയാളെ കൊണ്ടൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിക്കുക എയിൽ, അത് വളരെ ക്ലീനായിട്ട് പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുക. എടാ ഇതൊക്കെയല്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം അവിടെ ക്ലാരിറ്റി ഇവർക്ക് തന്നെ ഇല്ല. ഇവരെന്നെ ഒരു പേപ്പറിൽ എഴുതി കൂട്ടിയുണ്ടാക്കിയ ഒരു സാധനം മൂപ്പർ അങ്ങനെ ഇരുന്ന് വായിക്കുക. തിരിച്ചെന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും പറയാൻ സൗകര്യമില്ല, ഒക്കെ പരിപാടി തീരട്ടെ, വീടൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറയും. അങ്ങനത്തെ ഉത്തരവും കിട്ടും. ഇതെന്ത് പുകിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അണികളുടെ മുന്നിൽ നിങ്ങളുടെ അണികളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. എതിർ പാർട്ടിക്കാർ പോട്ടെ, സ്വന്തം അണികൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രൊജക്ട് ഡീറ്റെയിൽസ് ഇല്ല, ഒരു എസ്റ്റിമേറ്റഡ് പ്രൊജക്റ്റിൻ്റെ ഒരു എമൗണ്ട് ഇല്ല, ഒന്നുമില്ല. സ്ഥലം മേടിച്ചു, കാശ് ഇത്രയും സ്ഥലം മേടിച്ചു, ഇതിനപ്പുറത്തേക്ക് വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ എന്നുള്ളതിനപ്പുറം വേറൊന്നും പറയാനില്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മൂപ്പര് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാശൊന്നും തികയാത്തത് കൊണ്ട് KPCCയിൽ നിന്ന് ഫണ്ട് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു എന്നും, ഇനി അവിടെ വീടും സാധനവും പ്രൊജക്റ്റും വെക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ടിൻ്റെ ആവശ്യമുണ്ട്, അതവർ കണ്ടെത്തുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ തന്ന് സഹായിച്ചാലും ഞങ്ങൾ എടുക്കുമെന്നും പറഞ്ഞു. ഇതേ വി ഡി സതീശൻ തന്നെയാണ് കുറച്ച് ദിവസം മുമ്പ് എന്ത് പറഞ്ഞത്, അവിടെ കല്ലിട്ടല്ലോ പണി തുടങ്ങിയല്ലോ എന്നുള്ളത്. എങ്ങനെയുണ്ട്? എന്നിട്ട് ആ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിലേക്കാണ് KPCC പ്രസിഡന്റ് വന്ന് പറയുന്നത്, സ്ഥലം വാങ്ങിയപ്പോഴത്തേക്ക് കാശൊക്കെ കഴിഞ്ഞു, ഇനി പ്രൊജക്റ്റിന് വേറെ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തണം, അത് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട്. പണി നടക്കുന്നത് അപ്പം എന്തിൻ്റെ ബേസിസിലാണ്? അങ്ങനെ 100,000 ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഈ ഒരു കണക്ക് ബോധിപ്പിക്കൽ പരിപാടി ഇവിടെ നടത്തിയത്. ഇനി ഇവിടെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ പറഞ്ഞ കണക്ക് കേട്ടോ, ഈ പറഞ്ഞ കണക്കിലുള്ള വേരിയേഷൻസ് വളരെ കൃത്യമായി പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അവർ. ഇത് നിങ്ങളൊന്ന് കേൾക്കുക. കോൺഗ്രസിന് ഈ കാര്യത്തിൽ വന്ന ആദ്യത്തെ പിഴവ്, വയനാട് പുനരധിവാസത്തിലെ ആദ്യത്തെ പിഴവ്, നിങ്ങൾ CMDRFിലേക്ക് അല്ല ഇതിൽ പൈസ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ള ചാരിറ്റി സംഘടനകളെ സഹായിക്കണം, അവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ പണം സ്വീകരിച്ചത് 2 അക്കൗണ്ട് വഴിയാണ്. യൂത്ത് കോൺഗ്രസ് നൽകിയത് 1,05,00,000 രൂപയാണ്. ഈ 1,05,00,000-നും താരതമ്യേന ഒരു സത്യസന്ധതയുണ്ട്. കൃത്യം 1 കോടിയല്ല ഇത് പറയുന്നത്. അപ്പോൾ ആപ്പ് നിർമ്മിക്കാൻ വേണ്ടി അതിന് ചിലവാക്കിയത് 9,30,000 രൂപയാണ്. അതും റീസണബിൾ ആയിട്ടുള്ളൊരു വാദമാണ്. പിന്നെ പറയുന്ന കണക്ക്, ഭൂമി ഏറ്റെടുക്കൽ 2 ഘട്ടമായിട്ടാണ് ഏറ്റെടുത്തത്. 5 ഏക്കർ 42.5 സെന്റ് ആദ്യം ഏറ്റെടുത്തു. ആദ്യഘട്ടമായി 3 ഏക്കർ 24.5 സെന്റ് ഏറ്റെടുത്തു. അതിന് ചിലവായത് 3,68,36,388 രൂപ. അതിന് മുദ്രപത്രം, രജിസ്ട്രേഷൻ, TDS, ഡോക്യുമെന്റേഷൻ ഒക്കെ ഉൾപ്പെടെയാണ്. 2ാം ഘട്ടമായിട്ട് ഏറ്റെടുക്കുന്നത് 2 ഏക്കർ 18 സെന്റാണ്. അത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. അതിൻ്റെ ഡോക്യുമെന്റേഷൻ നടപടി വരുന്നു. അതിനുവേണ്ടി ചിലവായത് 2,50,30,272 രൂപ. അപ്പോൾ ഇത് കൂടാതെ 97,51,212 രൂപ KPCCയുടെ ഫണ്ടിൽ നൽകി എന്ന് പറയുന്നു. ആ കണക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് ആകെ വന്ന തുകയും ചിലവായ തുകയും തമ്മിലുള്ള വ്യത്യാസം. ഇതുവരെ ചിലവായ തുകയും വന്ന തുകയും നോക്കുമ്പോൾ ഒരു 15,24,972 രൂപ ബാക്കിയാണ്. അതായത് ലഭിച്ച തുകയും സ്ഥലം വാങ്ങാൻ ചിലവായ തുക നോക്കുമ്പോൾ 15,24,972 രൂപ ബാക്കിയാണ്. പിന്നെ എന്തിനാണ് KPCC ഫണ്ട് കൊടുക്കുന്നത്? KPCC ഫണ്ട് 97 ലക്ഷം രൂപ, എത്ര പറഞ്ഞാൽ 97 ലക്ഷം രൂപ KPCC ഫണ്ടിൽ എടുക്കുന്നു. അത് എടുക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അത് വീട് നിർമ്മിക്കാനായിരിക്കും. അപ്പോൾ ഇനി 74 ലക്ഷത്തോളം രൂപ കൂടി വേണം എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അപ്പോൾ 74, 97, അപ്പോൾ അത്രയും പണം ഉണ്ടെങ്കിൽ ഇനി വീട് നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഈ ലാൻഡിന്റെ ഡീല് പൂർത്തിയാക്കാൻ KPCC ഫണ്ട് വേണ്ടി വന്നെന്ന് അവർ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ക് ശരിയാവുക? ഈ KPCC അധ്യക്ഷൻ പറയുന്ന കണക്ക് പ്രകാരമാണ് ഈ 15 ലക്ഷം ബാക്കിയാണ്. വന്ന കണക്കും ചിലവാക്കിയ കണക്കും അനുസരിച്ച്. പിന്നെ ഈ KPCC പണം എടുക്കേണ്ടി വന്നത് എന്തിനാണ്? അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഈ ക്ലാരിറ്റി കുറവ് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാം. സതീശൻ ഒരിക്കലും ഈ കണക്ക് പറയാൻ തയ്യാറല്ല. VD സതീശൻ എന്നല്ല, ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യനും ഈ കണക്ക് പറയാതെ ഈ ഇലക്ഷൻ നേരിടാനായിരുന്നു ഇവരുടെ പ്ലാന്. ഇതത് പൊളിഞ്ഞുപോയി. ഇപ്പം കണക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആപ്പും മുക്കി. ഇപ്പം എന്താ നടക്കുന്നത് അറിയാം? സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ ആ ടൈമിൽ പൈസ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇത്ര പിരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പല പോസ്റ്റുകളും ഇപ്പം ആളുകൾ കയറി ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി.
ഞാനിവിടെ പോസ്റ്റ് വയ്ക്കാം. കോൺഗ്രസ് ആപ്പിലേക്ക് കൊടുത്തതിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്ത പട്ടികയിൽ പോലും വെറും 24 പേരിൽ നിന്ന് മാത്രം ഇവർക്ക് 3.5 കോടിയിലധികം രൂപ കിട്ടിയിട്ടുണ്ട്. ഇതുപോലും കഴിഞ്ഞ വർഷം, അതായത് 2025 ഫെബ്രുവരി മാസത്തിന് മുൻപായി തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ 1 കോടിയും ടീച്ചേഴ്സ് യൂണിയൻ പിരിച്ചു നൽകിയ 1 കോടിയും യൂത്ത് കോൺഗ്രസ് നൽകി എന്ന് പറയുന്ന 1.5 കോടിയും കൂട്ടാതെയുള്ള കണക്കാണ്. ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതിലും കൂടുതൽ തുക ഇപ്പോൾ തന്നെ പബ്ലിക്കിൽ ലഭ്യമായ കണക്കനുസരിച്ച് വെറും 30-ൽ താഴെ അക്കൗണ്ടിൽ നിന്നും മാത്രം കിട്ടിയതാണ്. ഈ കണക്കനുസരിച്ച് ഇവർ കേരളത്തിൽ നിന്ന് മാത്രം 50 100 കോടിയെങ്കിലും മിനിമം പിരിച്ച് മുക്കി നക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരുപാട് പോസ്റ്റുകൾ, അതായത് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ സ്ക്രീൻഷോട്ടുകൾ, പഴയ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ വരുന്ന പോസ്റ്റുകളെ ടാക്കിൾ ചെയ്യാനെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യണം? ഈ ഇലക്ഷൻ സമയത്ത് കൃത്യമായ കണക്കുകൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു സൈഡിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം അതൊരു സെൽഫ് PR മെത്തേഡിലാണ് ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ മൗത്ത് പീസ്, വേറെ ആരുമല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഷാഫി പറമ്പിൽ അവിടെ പോയി നാട് നടന്ന എല്ലാ കാൻഡിഡേറ്റിനെയും കൈ പൊക്കി കാണിക്കാൻ ഈ ചെങ്ങായിനെ ബംഗാളിപ്പണി എടുപ്പിക്കുകയാണോ കോൺഗ്രസ്സുകാർ? അയാളവിടെ ആ ബംഗാളിപ്പണി നിർത്തിയിട്ട് മീഡിയനെ വന്ന് അഡ്രസ്സ് ചെയ്ത് കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ച് പോകാൻ പറയണം. മനസ്സിലായോ? ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 3.0ക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന നിങ്ങളുടെ വകയുള്ള തറക്കല്ലായിരിക്കും ഇപ്പം ഈ വയനാട് ഫണ്ട് ഇഷ്യൂ. ദയവ് ചെയ്ത് കോൺഗ്രസ് നേതാക്കന്മാരോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കണക്ക് കൃത്യമായൊരു പ്രസൻറ്റേഷൻ വെച്ച് നിങ്ങൾ ആർക്കാണ് ഈ പ്രൊജക്റ്റ് കൊടുത്തത്, അവരുടെ എസ്റ്റിമേറ്റഡ് കണക്ക് എത്രയാണ്, ഒരു വീടിന് എത്ര വരും, ഈ മൊത്തം പ്രൊജക്റ്റിന് എന്ത് വരും, നിങ്ങൾക്ക് കിട്ടിയ കണക്ക് ഒന്നും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡാറ്റ സഹിതം പുറത്തു വിടാൻ പറ്റില്ലേ? അങ്ങനെ വിട്ടിട്ടുണ്ടല്ലോ അപ്പുറത്ത് DYFIക്കാരും ബാക്കി കമ്മ്യൂണിസ്റ്റുകാരും പിരിച്ച പൈസയും കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസ് അടക്കം. നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൂടെ? നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. ആപ്പിൻ്റെ തന്നെ വെക്കാം ഹിസ്റ്ററി, ആപ്പിനകത്തുണ്ടാവും പേയ്മെൻറ്റ് ഹിസ്റ്ററി. അത് ആപ്പുകാരുടെ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തുകൂടെ? എത്ര വന്നു, ഒരു ടൈം ഫ്രെയിമിൽ എത്ര വന്നു, എത്ര പോയി, ആരൊക്കെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് വന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ. നിങ്ങൾക്ക് 4 ട്രോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനം ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ നിങ്ങൾ ആരും റെഡിയല്ല. മനസ്സിലായില്ലേ? ഇതേപോലെ വന്നിരുന്നൊരു നോട്ടീസിൻ്റെ ബാക്കിലൊരു വെള്ള പേപ്പർ കൊടുത്തിട്ട് ഉള്ളി 10, മുളക് 20, പൊട്ടറ്റോ 10 ഇങ്ങനെ പറഞ്ഞു പോകണം. അതിലിത് പറഞ്ഞു പോകാമെന്ന വിചാരം. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് ഒരു നേതാക്കന്മാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല. അണികളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർ തന്ന പൈസയാണ്. അതിൻ്റെ കണക്ക് ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഓക്കെ? അപ്പോൾ ഇതിന് കൃത്യമായ മറുപടി വരും ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഭരണത്തിൽ കയറിയെന്ന് വിചാരിച്ചോ, പിണറായി വിജയൻ താഴെയും ചാടി നിങ്ങൾ ഭരണത്തിലും കയറി, ഇന്നാലും നിങ്ങളോട് ചോദിക്കും. അപ്പോഴെങ്കിലും അപ്പം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം പിന്നെ വേറെ വല്ലതും കേൾക്കേണ്ടി വരും. ഇപ്പം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇത് കംപ്ലീറ്റ് UDFിൻ്റെ ക്രെഡിബിലിറ്റി പോകുന്ന പരിപാടിയാണ്. ഓക്കെ? ഇനി സിദ്ദിഖ് MLAക്കെതിരെ ഒരു ആരോപണമായിട്ട് ഓർമ്മ ഉണ്ടല്ലോ, റഫീഖിനെ മമ്മൂട്ടി വൈറലാക്കിയ റഫീഖ്, വയനാട് ജില്ലാ സെക്രട്ടറി. ഈ ചങ്ങായി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ശ്രുതിനെ മറന്നിട്ടുണ്ടാവില്ല. വയനാട് ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് അന്ന് വീട് വാഗ്ദാനം ചെയ്തിരുന്നു സിദ്ദിഖ് MLA. എന്നിട്ട് ആ വീട് എവിടെ? 120 ദിവസം കൊണ്ട് വീടിൻ്റെ പണി കഴിപ്പിക്കും എന്ന് പറഞ്ഞു പോയ സിദ്ദിഖ് MLAനെ ഇപ്പോൾ മഷി ഇട്ട് നോക്കിയിട്ടും കാര്യമില്ല, പൊടി ഇട്ട് നോക്കിയിട്ടും കാര്യമില്ല, മഷി ഇട്ട് നോക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് റഫീഖിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രുതി എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ്. അതിനെ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചവരാണ് കൽപ്പറ്റയുടെ MLA കൂടിയായിട്ടുള്ള സിദ്ദിഖും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് വെച്ച് നൽകും, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. 120 ദിവസം കൊണ്ട് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞിട്ട് 18 മാസം കഴിയുമ്പോഴും ശ്രുതിക്ക് വീട് ലഭിച്ചിട്ടില്ല. വാഗ്ദാനം നൽകിയതിന്റെ പേരിലാണ്, ആ പ്രതീക്ഷയിലാണ്. ശ്രുതിക്ക് സ്വാഭാവികമായിട്ടും ടൗൺഷിപ്പിൽ വീടുണ്ട്.
ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കൈപ്പറ്റി കൽപ്പറ്റ MLA പറഞ്ഞ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ടാണ് അവർ പോയത്. ഈ ശ്രുതിയുടെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ എടുത്തു വെക്കുന്നില്ല. സിദ്ദിഖ് MLA അച്ഛനാണ്, അനിയനാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം നേരത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. സിദ്ദിഖ് MLAയുടെ അന്നത്തെ പോസ്റ്റ് സെപ്റ്റംബർ 26, 2024. വൈദവേ ഇപ്പോൾ ഈ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് തോന്നുന്നു, കാണാനില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീസെൻ്റ്ലി എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിടാം. എന്താണെങ്കിലും ഈ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട്. പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 11 സെൻറ്റ് സ്ഥലത്ത് വീടിൻ്റെ തറക്കല്ലിട്ടു. 1500 സ്ക്വയർ ഫീറ്റ് വീട് ഒരുങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസ് ഹൃദയത്തിൽ നിന്ന് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഇതിന്റെ ലേഔട്ടേ കണ്ടില്ലേ? ആ എന്താ സംഭവം? അതായത് ഒരു പൊളിറ്റിക്കൽ PR പരിപാടി ഡെഫിനറ്റ്ലി ഇതിനകത്ത് നടന്നതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇപ്പോൾ MLAക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി കാണും. ആ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതും ഞാനിവിടെ വയ്ക്കാം. ഞാൻ ആദ്യ ടൗൺഷിപ്പിലേക്ക് CMDRFിലേക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു. 2 കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചു. പച്ച നുണ പറഞ്ഞ് ഇപ്പോൾ 3ാമത്തെ ശ്രമം. ഇതിൻ്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്, കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന അന്വേഷിക്കപ്പെടണം. ഒന്ന്, ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതി പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 11 സെന്റ് സ്ഥലത്ത് വീടിന്റെ തറക്കല്ലിട്ടു. 1500 സ്ക്വയർ ഫീറ്റ് വീടൊരുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. ഈ ടൈം ന്യൂസ് ഇവരോട് നേരിട്ട് സംസാരിച്ചാണ് ഇതൊക്കെ തീരുമാനമെടുത്തത്. എന്നെ മാത്രമല്ല അതിന്റെ തറക്കല്ലിന് ക്ഷണിച്ചത്. ആ തറക്കല്ലിടൽ കർമ്മത്തിൽ അവർ പലരെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെ ക്ഷണിച്ചു എന്നുള്ളതിൻ്റെ കണക്കൊന്നും ഇവിടെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ പബ്ലിക് പ്രൊഫൈല് വഴി നിങ്ങൾ എഴുതിയിട്ടത് പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഓക്കെ, എന്നിട്ട് ഇത് കൽപ്പറ്റയിൽ എത്ര സെൻറ്റിലാണ്, എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, ഇത് ഒരുക്കി കൊടുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് ആണ് എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ 120 ദിവസം കൊണ്ട് എന്തുകൊണ്ട് ശ്രുതിക്ക് വീട് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലേ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഞാൻ വീട് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല എന്നല്ല നിങ്ങൾ പറയണ്ടേ. ഇഫ് യു ആർ എ റെസ്പോൺസിബിൾ MLA, എ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ, എ റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ്, നിങ്ങൾ അവിടെ നിന്ന് എഴുതിയിട്ട കാര്യം, നിങ്ങൾ അന്ന് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ അവിടെ പോയി അവിടുന്ന് അത് റീൽസ് എടുത്ത് അത് പൊളിറ്റിക്കൽ മൈലേജിന് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് പറയണം ജനങ്ങളോട്. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് കിട്ടാത്തത് ഇന്ന കാരണം കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഒരു കാരണം നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്തേ നിങ്ങൾ പറയാഞ്ഞേ? അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾക്കതൊരു പൊളിറ്റിക്കൽ മൈലേജിന് യൂസ് ചെയ്യണം, നിങ്ങളതിന് യൂസ് ചെയ്ത് നിങ്ങൾ ഒഴിവായി, നിങ്ങൾ പോയി അവിടുന്ന്. പിന്നെ അവർക്ക് വീട് കിട്ടിയോ ഇല്ലെന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പം ഇങ്ങനത്തെ ഒരു വിവാദം വന്നപ്പോൾ അന്നത്തെ പോസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ടൈംസ് ന്യൂസ് കൊടുക്കുന്നല്ലേ 120 ദിവസം കൊണ്ട് വീട് എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട് ഇതിന് കൈ കഴുകൽ എന്ന് പറയൂ. ഇതിന് കൂക്കൽ കിട്ടിയാൽ പോരാ, ഇതിന് മിക്കവാറും കല്ലേറും ചെറുപ്പേറും കിട്ടാനുള്ളൊരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഫിലോകാലിയ, ഓക്കെ, ഫിലോകാലിയ ഫൗണ്ടേഷനാണ് ഈ ടൈം ന്യൂസിൻ്റെ ഒപ്പം ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടായില്ല എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ MLAക്ക് അറിയില്ലെങ്കിലും ഫിലോകാലിയ പറയുന്നുണ്ട്. സിദ്ദിഖ് MLAയെ കുറിച്ച് നിലവിൽ കേൾക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവമില്ലാത്തതുമാണ്. ശരിക്കും പറഞ്ഞാൽ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റും ടൈം ന്യൂസും കൂടി ചേർന്നിട്ടാണ് ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തതും അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തതും.
ഇങ്ങനെയൊരു ട്രാജഡി ശ്രുതിയുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. നേരിട്ട് എൻ്റെ മാനേജറും സ്റ്റാഫും ഒക്കെ നേരിട്ട് പോയി കണ്ടിരുന്നു. പല സ്ഥലങ്ങളും അവർക്കായിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു വയനാട്ടിൽ തന്നെ മറ്റുള്ള ആളുകൾ സ്പോൺസർ ചെയ്തത്. പക്ഷേ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് കൽപ്പറ്റയിലുള്ള ഈ ഒരു 11 സെന്റ് സ്ഥലമായിരുന്നു. അപ്പൊ ശ്രുതി വളരെയേറെ ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിന്റെ ഘടന നോക്കാതെ വീട് വെച്ച് കൊടുക്കാമെന്ന് ഞങ്ങൾ വാക്ക് കൊടുക്കുകയും ചെയ്തു. അതിനനുസരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന്റെ സ്ഥലത്തിന്റെ കിടപ്പ് അനുസരിച്ചിട്ട് മെയിൻ റോഡിൽ നിന്നും ഈ സ്ഥലം താഴേക്ക് ചെരിഞ്ഞാണ് വരുന്നത്. അപ്പൊ റോഡിന് ഒപ്പം ബേസ്മെന്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 19 പില്ലറുകൾ ഇടേണ്ടി വന്നു. 19 പില്ലേഴ്സ് ഞങ്ങൾക്ക് അതിൽ ഇടേണ്ടി വന്നു. എന്നിട്ടാണ് നമ്മൾ ബേസ്മെന്റ് പൂർത്തിയാക്കിയത്, കെട്ടിവെച്ചത്. അപ്പൊ അത്രയും വർക്കുകൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്കായത് 18 ലാഖാണ്, 18 ലക്ഷം രൂപയാണ്. ശ്രുതിയോട് ഞങ്ങൾ പറഞ്ഞത് 1200 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബഡ്ജറ്റ് ഏകദേശം 35 ലാഖാണ് വരുന്നത്, 35 ലക്ഷം രൂപയാണ് വരുന്നത്. 18 ലക്ഷം രൂപ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11 സെന്റ് സ്ഥലമാണ് അവിടെ വീട് പണിയുന്ന സ്ഥലത്തുള്ളത്. അത് ശ്രുതിയുടെ പേരിൽ തന്നെ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആധാരം രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരിൽ കൊടുക്കുകയും ആധാരം ഇപ്പോൾ ശ്രുതിയുടെ കൈവശമുണ്ട്. സ്ഥലം ഇപ്പോൾ അവരുടെ സ്വന്തമാണ്. ഇനി ഒരു 15 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ വീട് പണി പൂർത്തിയാക്കാൻ പറ്റും. ഇക്കാര്യം ഫിനാൻഷ്യൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം 2 മാസം മുമ്പാണ് ശ്രുതിനെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് പെൻഡിങ് വരുന്നത്. തീർച്ചയായിട്ടും പൂർത്തിയാക്കി തരാമെന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പൊ ആ ഒരു ചടങ്ങിലേക്ക്, ആ വീട് പണിക്കുള്ള തറക്കല്ലിടൽ ചടങ്ങിലേക്ക് അന്നത്തെ MLA ആയിരുന്നു, നമ്മുടെ MLA ടി സിദ്ദിഖ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയും തറക്കല്ലിടൽ ചടങ്ങ് അദ്ദേഹം നടത്തി സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയുമാണ് ചെയ്തിരുന്നത്. അതല്ലാതെ അദ്ദേഹമല്ല ശ്രുതിക്ക് വാക്കുകൊടുത്തത് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റും ടൈം ന്യൂസുമാണ് വാക്കുകൊടുത്തത്. കേൾക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതങ്ങളാണ്, ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പം MLA അങ്ങോട്ട് ഇതിന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ചാൽ പോലും, ഓക്കെ ഫിലോകാലിയ ആണല്ലോ, ടൈം ന്യൂസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാം എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം, ഞാനല്ലല്ലോ എന്ന് പറയും. പക്ഷേ യു ആർ എ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ, യു ആർ എൻ MLA. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവർ വിളിച്ച് നിങ്ങൾ പോയി, നിങ്ങളത് എൻഡോസ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, നിങ്ങളത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇമേജിനെ അവിടുന്ന് റീൽസാക്കി, അത് ന്യൂസായി, അത് അങ്ങനെ പോയി. ഇതൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾക്കിതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഫിലോകാലിയക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാം, എന്ത് ഞങ്ങളാണ് കാരണം എന്ന് പറയാം. 120 ദിവസം കൊണ്ട് ഈ വീടാവാത്തപ്പോൾ MLA അത് അന്വേഷിക്കണ്ടേ? പത്രമാധ്യമങ്ങളെ കാണുമ്പോൾ MLA അത് പറയണ്ടേ? അതൊന്നും MLA പറയുന്നില്ല. MLA പറയുന്നതിന് പിന്നെ ഫിലോകാലിയാണ് എന്ന് പറയുന്നത്. ഏത് ഇതാണ് വിഷയം, 19 പില്ലർ ഉണ്ടാക്കി, ഇനി ഉണ്ടാക്കണമെങ്കിൽ ഇത്ര പൈസ വരും. MLA ഇടപെട്ടിട്ട് അത് തീർത്ത് കൊടുക്കണ്ടേ? MLA ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ MLA ഫണ്ടിൽ നിന്ന് എടുക്കണമെന്നില്ല. അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു മതസംഘടനയോ ഒരു മത നേതാവിനോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി നന്മമരത്തിനെയോ കണ്ടു കഴിഞ്ഞാൽ, ഒരു MLA പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാത്ത ആൾക്കാരൊന്നും അങ്ങനെ ഇല്ലടേ. വയനാട്ടിലൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട് പ്രാഞ്ചിക്കുട്ടന്മാർ. കാശ് കൊടുത്ത് അവരത് 15 ലക്ഷം കൂടി കൊടുത്തത് തീർത്ത് കൊടുക്കുമായിരുന്നു. അപ്പം MLA ഇത് അറിഞ്ഞിട്ടില്ല സത്യത്തിൽ. അന്നത്തെ ആ ഷോവിന് പോയി റീലെടുത്ത് 120 ദിവസം എന്ന് പറഞ്ഞ് പോകുന്നു എന്നല്ലാതെ, കല്ലിട്ട് പോകുന്നു എന്നല്ലാതെ അതെന്തായി എങ്ങനെയായി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി വിചാരിക്കുകയാണ് ഇവരെ കൊണ്ടൊന്നും നടക്കൂല, എനിക്ക് ആ സർക്കാരിൻ്റെ വീട് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, അങ്ങനെ വിചാരിക്കുന്നതിന് മുമ്പിൽ ആ കുട്ടി എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയെ തെറ്റു പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഓടി മാറാൻ പറ്റുമോ? ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഇവർ ഈ പറഞ്ഞ വീടിൻ്റെ ഒരു അവസ്ഥ, ആ ഒരു ലാൻഡിൻ്റെ ഇഷ്യൂ ഞാൻ ചോദിക്കട്ടെ, ഫിലോകാലി ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തന്നെ നാട്ടുകാർ അത്യാവശ്യം ഒരു പ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് വീട് വെക്കാൻ പറ്റുമോ, അത് ഏത് രീതിയിലാണ് വെക്കാൻ പറ്റുക, അതിന് എത്ര ലക്ഷം ചിലവാകും എന്നുള്ളത്. അപ്പോൾ ഇത് പോസിബിൾ അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞിട്ട് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മാറ്റണ്ടേ? അപ്പം അന്നത് ചെയ്തില്ല, മനസ്സിലായില്ലേ? ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഒരു വ്ളോഗർ പോയി വീഡിയോ എടുത്തതുണ്ട്, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഇതാണ് ആ വീട്, ശ്രുതിയുടെ വീട്. ഇതാണല്ലേ വീട്. ഇപ്പോൾ ടൗൺഷിപ്പിൽ വീടുകൾ കറക്റ്റ് സ്ഥലം എവിടെയാ? ഇത് മുണ്ടേരി പൊന്നട എന്ന് പറയും. പൊന്നടയാണ് കൽപ്പറ്റയിലെ നഗരസഭയിലെ പൊന്നട എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൊന്നട പോകുന്ന റോഡാണ്. ആ റോഡിനോട് ചേർന്ന സ്ഥലത്താണിപ്പോൾ. ഇതാണ് ശ്രുതിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ വീട് എന്ന് പറയുന്നത്. നിന്റെ 2 പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രീ ഡെനീഷും ഇനോക്കും നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ 2 പേരും അവരുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം അവരേറ്റെടുത്തതിനുള്ള വലിയ ആശ്വാസവും
നന്ദിയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തി അവരോട് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ അതിജീവനത്തിൻ്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി. ശ്രുതിക്ക് 30 ലക്ഷം രൂപ ചെലവ് വരുന്നതായ 1500 സ്ക്വയർ ഫീറ്റ് അത് ഹൃദയത്തിലെ ലാൻഡ് സ്ലൈഡ് അനുസരിച്ച് ക്രമീകരിച്ച് അവർ തൂണിൽ ക്രമീകരിച്ച് റോഡിലേക്ക് വാഹനം ക്രമീകരിച്ച് പോകുന്ന രീതിയിൽ നല്ല രീതിയിലാണ് അതിൻ്റെ ലേഔട്ടും ഡിസൈനിങ്ങും അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അവരോടുള്ള പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ നന്ദിയും ഈ സമയത്ത് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പണി ഇപ്പൊ നിന്നു. പണി നിലച്ചിട്ടിപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. അന്ന് ഞാൻ മനസ്സിലാക്കിയത് ടൗൺഷിപ്പിലെ വീട് വേണ്ടാന്ന് ശ്രുതി പറഞ്ഞു. ഈ വാഗ്ദാനം കേട്ടിട്ടാണ്, ഇവരുടെ വാഗ്ദാനം കേട്ട് ശ്രുതി വീട് വേണ്ടാന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് 15 ലക്ഷം മേടിച്ച് പോയതാണ്. ഇപ്പൊ വീണ്ടും ചർച്ച ചെയ്ത ഇതിൽ തറക്കല്ലിടൽ കർമ്മ അന്ന് നടത്തുമ്പോൾ ടി സിദ്ദീഖായിരുന്നു ഇവിടെ ഉണ്ടായത്, എന്നത്തെ MLA. ഇപ്പത്തും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. 120 ദിവസം കൊണ്ട് ഈ വീട് പണി പൂർത്തിയാക്കപ്പെടും. ടി സിദ്ദീഖിനെ അന്ന് തന്നെ അറിയാം. ഇതിൻ്റെ ഒരു പ്ലാന് കണ്ട സമയത്ത് ഇത് ഈ പറഞ്ഞ പോലെ പില്ലർ കെട്ടണം, റോഡിലേക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്യണം, റോഡിൽ നിന്ന് വാഹനം ഇതിലേക്ക് വരണമെങ്കിൽ ഇതൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു സർഫസാണ്. 120 ദിവസം കൊണ്ട് ഇത് പോസിബിൾ ആവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് വേണ്ടേ സംസാരിക്കാൻ. ഇനി അതങ്ങനെ പറ്റിപ്പോയി, അവരെ ട്രസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. 120 ദിവസം കൊണ്ട് ഇവർക്ക് വീടായില്ല, അന്വേഷിച്ചൂടെ? അങ്ങനെ അന്വേഷിച്ച് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എടുത്ത് കൃത്യമായ ടൈമിൽ അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതേപോലെ ഒരു ആരോപണം വരുമ്പോൾ ഞാൻ അതിൽ കൃത്യമായി ഇടപെട്ടൊരു വ്യക്തിയാണ്. ഇന്ന കാര്യങ്ങൾ ആ സ്പോട്ടിൽ നടന്നിട്ടുണ്ട്, അവിടെ പില്ലർ വെച്ചിട്ടുണ്ട്, 18 ലക്ഷം അവർ ചിലവാക്കിയിട്ടുണ്ട്, ഇനിയൊരു 15 ലക്ഷം കൂടി വേണം. അതത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല, 120 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക് അല്ല, അതിന് കൂടുതൽ ടൈം എടുത്തു. ബട്ട് സ്റ്റിൽ വർക്ക് ഈസ് ഗോയിങ് ഓൺ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ അതൊന്നും പറയാൻ പറ്റുന്നില്ല സിദ്ദീഖിന്. മനസ്സിലായോ? സിദ്ദീഖ് അപ്പോഴും കൈയൊഴിയാനുള്ള മറ്റേ പരിപാടി ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 120 ദിവസത്തിൻ്റെ കണക്ക് നിങ്ങളാണ് എഴുതിയിട്ട്. നമ്മളാരും ഫിലോ കാലുവിനെയും കാണുന്നില്ല, ടൈം ന്യൂസിനെയും കാണുന്നില്ല. സോ ആസ് എ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ നിങ്ങളെയാണ് നമ്മൾ കണ്ടത്, നിങ്ങളാണ് അതിൻ്റെ ഫേസ് ആയിട്ട് നിന്നത്. അപ്പോൾ അതന്ന് നിങ്ങളുടെ പൊളിറ്റിക്കൽ മൈലേജിന് നിങ്ങൾ യൂസ് ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി അത് കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾ ചെയ്യാത്തത് ചോദ്യം ചെയ്യപ്പെടും. അതൊന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ളതും കൂടി ഈ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന്, ഞാൻ വീണ്ടും പറയുന്നു, ടൈം വളരെ കുറവാണ്. ആരെങ്കിലും ഒരാൾ, ഈ രാഹുൽ മാങ്കൂട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു UDF നേതാവ് വന്ന് കൃത്യമായ കണക്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഒരു പ്രസൻറ്റേഷനായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾക്ക്, പാർട്ടിക്കും പാർട്ടിയുടെ വോട്ട് ബാങ്കിനും